CPI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി ചിറ്റയം ഗോപകുമാറിനെ തെരഞ്ഞെടുത്തു. ചിറ്റയത്തിന് സ്ഥാനം നൽകി നേതൃത്വത്തിൽ സമവായമുണ്ടായിരിക്കുകയാണ്. ശ്രീരാജ് ബാബു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീരാജ്, ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ മത്സരത്തിലേക്ക് പോകും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. ഒടുവിൽ ഡെപ്യൂട്ടി സ്പീക്കറെ സമവായത്തിലൂടെ അവിടെ എത്തിച്ചിരിക്കുകയാണ് അല്ലേ? തീർച്ചയായും പിന്നിൽ അങ്ങനെ തന്നെയാണ്. ഏറെക്കാലമായി പത്തനംതിട്ട ജില്ലയിലെ CPIക്കുള്ളിൽ കടുത്ത വിഭാഗീയത നിലനിൽക്കുന്നുണ്ടായിരുന്നു. സമ്മേളനത്തിന് മുന്നോടിയായി അത് കുറച്ചുകൂടി മൂർച്ഛിച്ചു എന്ന് വേണം പറയാൻ. കാരണം ബാനർ അടക്കം വിഭാഗീയത മൂലം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ജില്ലയിലെ പാർട്ടി ചെന്നെത്തിയിരുന്നു. അതിന് സമാനമായിരുന്നു ജില്ലാ സമ്മേളനത്തിലുണ്ടായ പല സംഭവ വികാസങ്ങളും. ഏറ്റവും ഒടുവിൽ ജില്ലാ സെക്രട്ടറിയെ ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കാൻ പോലും ജില്ലാ സമ്മേളനത്തിന് കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി. പിന്നീട് ഇത് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കും എന്ന വോട്ടെണ്ണി ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കേണ്ട ഘട്ടം എത്തുമെന്ന സാഹചര്യം വരെ ഉണ്ടായി. പക്ഷേ എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് പോകാതെ തന്നെ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു സമ്മേളനം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പൊതുസമ്മതനായിട്ടുള്ള ഒരാളെ സെക്രട്ടറി എന്ന തീരുമാനത്തിലേക്ക് സമ്മേളനം എത്തുകയായിരുന്നു. അങ്ങനെയാണ് ജില്ലാ സെക്രട്ടറിയായി ചിറ്റയം ഗോപകുമാറിന്റെ പേര് മുന്നോട്ട് നിർദ്ദേശിച്ചത്. എന്തായാലും ചിറ്റയം ഗോപകുമാറിനെ കൊണ്ടുവന്ന് ജില്ലയിലെ വിഭാഗീയത തുടച്ചു നീക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ പത്തനംതിട്ട ജില്ലയിലെ CPI ഉള്ളത്. അതുകൊണ്ട് തന്നെ ചിറ്റയം ഗോപകുമാർ എത്തുന്നതിലൂടെ ഇതുവരെ ഉണ്ടായിരുന്ന വിഭാഗീയത അടക്കം പൂർണ്ണമായും ജില്ലയിൽ നിന്നും ഒഴിവാക്കി, അല്ലെങ്കിൽ കാര്യമായി ജില്ലയിലെ വിഭാഗീയത പൂർണ്ണമായും തുടച്ചു നീക്കാമെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് നിലവിൽ CPI സംസ്ഥാന നേതൃത്വം അടക്കമുള്ളത്. അതുകൊണ്ട് തന്നെ വിഭാഗീയതയ്ക്ക് വഴിവെക്കാതെ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാതെ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക എന്ന നീക്കത്തിലേക്ക് എത്തി. ഏറ്റവും ഒടുവിൽ ചിറ്റയം ഗോപകുമാറിനെ CPI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ബിനിൽ, ഓക്കെ, ശരി. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.